ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നേരെ പോയത് ആനക്കോട്ടയിലേക്കാണ്. ആനക്കോട്ടയ്ക്ക് പോവാണ് ഗൈസ്. എൻ്റെ കുട്ടീൻ്റെ ഒരു കണ്ട് കാണുന്നില്ല. നമുക്ക് ആനക്കോട്ടയിലേക്ക് പോകാം. അപ്പോൾ അങ്ങോട്ട് കയറിയതും ലെഫ്റ്റ് സൈഡ് പാസ് എടുക്കുന്ന സ്ഥലമുണ്ടാകും. അവിടെ പോയി പാസ് എടുക്കുക. ഞങ്ങൾ 4 പേരായിരുന്നു, അതുകൊണ്ട് 4 ആൾക്ക് പാസ് എടുത്തു. അകത്തോട്ട് പോകാൻ പോവാണ് ഗൈസ്. എൻ്റെ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ പണിക്ക് പോകണ പോലെ തോന്നും, പക്ഷെ ഒരു കാര്യമൊക്കെ ഉണ്ടാവും. നമുക്ക് പാസ് കൊടുത്ത് അകത്തേക്ക് പോകാം. തുടങ്ങി ഒരു 25 വയസ്സ് വരെ ആകുമ്പോൾ ഇവരെന്നെ ടോപ്പ് പറയും. അത് കഴിഞ്ഞ് ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്രാവശ്യം ആനക്കോട്ടയ്ക്ക് പോയപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഭയങ്കര നിശബ്ദതയായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ വജ്രായുധം ഒറ്റക്കൊമ്പന്നെ അതന്നെ വജ്രായുധം. പിന്നെ ഇപ്രാവശ്യം ആനകൾ വളരെ കുറവായിരുന്നു. പിന്നെ ഒരു സൈഡ് ആനകൾക്ക് നോ എൻട്രി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കൂടുതൽ ആനകളൊന്നും കാണാൻ പറ്റിയില്ല. അവിടുത്തെ മന കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അവിടെ ഒരു വലിയൊരു മരം ഉണ്ട്, അതിന് നോക്കിയിരിക്കാൻ നല്ല സുഖം. കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. ആനക്കോട്ടയ്ക്ക് ശേഷം തൃശ്ശൂരുള്ള ഫാമിലിയിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോയത്. ഫാമിലിയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.